നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ ഹ്യുണ്ടായി എക്സ്റ്റർ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹ്യുണ്ടായിയുടെ ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ചെറു SUV ആണ് എക്സ്റ്റർ. 2023 ജൂലൈയിലാണ് ആദ്യമായിട്ട് എക്സ്റ്റർ വിപണിയിലെത്തിയത്. ആ സമയത്ത് 13 മാസം കൊണ്ട് ഏതാണ്ട് 1 ലക്ഷം യൂണിറ്റുകൾ വിറ്റ് വലിയ അത്ഭുതമൊക്കെ സൃഷ്ടിച്ച വാഹനമാണ്. പക്ഷേ അതിനുശേഷം കാര്യമായ രീതിയിൽ കോമ്പറ്റീഷൻ ഈ ഒരു സെഗ്മെൻറ്റിൽ വന്നു. പ്രധാനമായിട്ടും ടാറ്റ പഞ്ച് പോലുള്ള വാഹനങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും അല്പം ഒന്ന് വിൽപ്പന കുറയുന്നതാണ് പിന്നീട് കണ്ടത്. എങ്കിൽ പോലും ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 2 ലക്ഷത്തിലധികം യൂണിറ്റുകൾ ഇപ്പോൾ വിറ്റ് കഴിഞ്ഞു. ഈ മാർച്ചിൽ പോലും 6000-ലധികം യൂണിറ്റുകൾ വിറ്റ് ചരിത്രം സൃഷ്ടിച്ചൊരു വാഹനമാണിത്. എങ്കിലും ഇടയ്ക്ക് ഒന്ന് കാര്യമായ രീതിയിൽ വിൽപ്പന കുറയുകയുണ്ടായി. ഇപ്പോൾ ഏറ്റവും പുതിയ എക്സ്ട്രാ വന്നപ്പോൾ കാര്യമായ രീതിയിൽ ഇൻറ്റീരിയർ അല്ലെങ്കിൽ എക്സ്റ്റീരിയർ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. എഞ്ചിൻ്റെ കാര്യത്തിൽ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇതൊരു സിഗ്നേച്ചർ നിറമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ആദ്യകാലം തൊട്ട് തന്നെ പരസ്യങ്ങളിലും മറ്റും വന്നുകൊണ്ടിരുന്ന ഈ ഒരു നിറമായിരുന്നു. എക്സ്റ്ററിൻ്റെ കാര്യത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫീച്ചേഴ്സ് ധാരാളം ഉണ്ടെന്നുള്ള കാര്യമാണ്. ഈ ഒരു സെഗ്മെൻറ്റിൽ ഇത്രയധികം ഫീച്ചേഴ്സ് ഉള്ളൊരു വാഹനം ആ സമയത്ത് ഇത് വന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല. അതുതന്നെയായിരുന്നു എനിക്ക് തോന്നുന്നു ഒരു വർഷം കൊണ്ട് 1 ലക്ഷം യൂണിറ്റുകൾ വിൽക്കാനുള്ള കാരണം. പക്ഷേ ഇപ്പോൾ ഏറ്റവും പുതിയ പല വാഹനങ്ങളും വന്നപ്പോൾ അതിലെല്ലാം തന്നെ ധാരാളം ഫീച്ചേഴ്സ് ഉണ്ട്. പ്രത്യേകിച്ച് ടാറ്റ പഞ്ച്, അതുപോലെ തന്നെ മാരുതിയുടെ ബ്രസ തുടങ്ങിയ വാഹനങ്ങളെല്ലാം തന്നെ ഫീച്ചേഴ്സ് വന്നപ്പോഴാണെന്ന് തോന്നുന്നു ഇതിൻ്റെ ഒരു പ്രാധാന്യം അല്പം കുറഞ്ഞത്. എന്തായാലും ആ ഒരു നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഏറ്റവും പുതിയ എക്സ്ട്രാ വന്നിരിക്കുന്നത്. ഹ്യുണ്ടായി ഇന്ത്യയുടെ വിൽപ്പനയുടെ 20% ഈ ഒരു വാഹനമാണ് കൈയാളുന്നതെന്ന് പറയുമ്പോൾ മനസ്സിലാക്കാമല്ലോ ഹ്യുണ്ടായിയെ സംബന്ധിച്ച് എത്ര പ്രധാനപ്പെട്ട ഒരു മോഡലാണ് ഇത് എന്നുള്ള കാര്യം. ഇപ്പോൾ ഏറ്റവും പുതിയ എക്സ്ട്രാ നമ്മൾ പ്രധാനമായിട്ടും മുൻഭാഗത്ത് സംഭവിച്ചിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് എക്സ്ട്രാ എന്നുള്ള ഈ ഒരു ബാഡ്ജിങ് ആയിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. അത് ബമ്പറിലായിരുന്നത് ഇപ്പോൾ ഈ ഒരു ഹെഡ്ലൈറ്റുകളെ കണക്ട് ചെയ്യുന്ന ഈ ഒരു ട്രിമ്മിലേക്ക് മാറിയിരിക്കുകയാണ്. അത് നല്ല ഭംഗിയായിട്ടുണ്ട്. ഒരു എടുപ്പ് നൽകുന്നുണ്ട് വാഹനം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ ഒരു ബ്ലാക്ക് ഫിനിഷും നല്ല ഭംഗിയായിട്ടുണ്ട്. എന്തായാലും ഹാലജൻ പ്രൊജക്ടർ ഹെഡ്ലാമ്പിനോ അല്ലെങ്കിൽ ആ H ഷേപ്പുള്ള DRL ഒന്നും മാറ്റം സംഭവിച്ചിട്ടില്ല. അതൊക്കെ അതേപടി നിലനിർത്തിയിട്ടുണ്ട്. പിന്നെ വലിയൊരു മാറ്റം സംഭവിച്ചിരിക്കുന്നത് താഴെയാണ്. അതായത് ബമ്പറിൻ്റെ ഭാഗത്ത് കാര്യമായ മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ ഈ കാണുന്ന രീതിയിലുള്ള ഇൻസേർട്ട് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അത് ബ്ലാക്ക് ബമ്പറിൽ ചെറിയ ഒരു ആഷ് നിറത്തിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ C ഷേപ്പുള്ള ഈ ഒരു എലമെൻറ്റ് അങ്ങനെ താഴെ കൂടെ നീണ്ട് ഇവിടെ വീണ്ടും വന്ന് C ഷേപ്പിലേക്ക് അവസാനിക്കുകയാണ്. ഹെഡ്ലാമ്പിൻ്റെയൊക്കെ ഒരു ഭാഗമൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. അത് താഴെയായിട്ട് കൊടുത്തിരിക്കുന്നതും ഈ ഒരു രൂപത്തിന് ചേരുന്ന രീതിയിലാണെന്നുള്ള സംശയമില്ല. ഇവിടെ എല്ലാം പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള ഒരു ഗ്രില്ലും അതുപോലെ തന്നെ എയർഡാമിൻ്റെ ഭാഗവും ഒക്കെയാണ് കാണുന്നത്. മുൻഭാഗം തീർച്ചയായിട്ടും ഈ ഒരു കണക്റ്റഡ് ഈ ഒരു ലൈനും അതുപോലെ എക്സ്ട്രാ എന്നുള്ള ബാഡ്ജിങ് വന്നപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട്. ഹ്യുണ്ടായിയുടെ ലോഗോ വളരെ വലുതായിട്ട് കൊടുത്തിരിക്കുന്നു. എക്സ്റ്ററിൻ്റെ കാര്യത്തിൽ പക്ക ഒരു SUV ലുക്കാണെന്നുള്ള ഒരു സംശയമില്ല. അതുതന്നെയാണ് ഇതിനൊക്കെ പെട്ടെന്ന് നമ്മൾ ആകർഷിക്കുന്നൊരു ഘടകം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ബോൾഡായിട്ടുള്ള ബോർഡർ ലൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല കട്ടുകളും ക്രീസുകളും ഒക്കെ രസകരമാണ്. നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തൊരു വാഹനമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മുടെ വലിയ SUV ഓടിക്കുന്ന ഫീലും ഇത് ഓടിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. അതെല്ലാം ഇതിൻ്റെ ഒരു ഗുണമായിട്ട് കാണാവുന്ന കാര്യങ്ങളാണ്. എന്തായാലും മുൻഭാഗം കുറച്ചുകൂടി അഗ്രസീവായ എന്നുള്ള ഒരു സംശയമില്ല. അവിടെ നമ്മൾ സൈഡിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത് അലോയ് വീലിൻ്റെ ഡിസൈൻ മാറി എന്നുള്ള കാര്യമാണ്. അലോയ് വീൽ ബ്ലാക്കും സ്റ്റീൽ ഫിനിഷും അത് സ്ഥിരമായിട്ട് കാണുന്ന ഒരു രീതി തന്നെയാണല്ലോ, അതിലേക്ക് മാറിയിട്ടുണ്ട്. അതുപോലെ ക്ലാഡിങ് കുറച്ചുകൂടി വീതിയുള്ള ക്ലാഡിങ് വന്നതെന്ന് മാത്രമല്ല അതിൽ നേരത്തെ തന്നെ എക്സ്റ്ററിൻ്റെ പ്രോപാക്ക് എന്ന് പറയുന്ന ആ ഒരു ട്രിമ്മിലുണ്ടായിരുന്ന രീതിയിലുള്ള സ്ക്രൂ എന്നൊന്നും പറയാനില്ല കേട്ടോ, വെറുതെ ഒരു വ്യാജ സ്ക്രൂകളാണ് അത് കൊടുത്തിട്ടുണ്ട്. അതപ്പോൾ കുറച്ചുകൂടി ഒരു ബോൾഡ് ലുക്ക് സമ്മാനിക്കുന്നുണ്ട്. എന്തായാലും അത് ആ ബ്ലാക്കിൽ തന്നെ വന്നപ്പോൾ അത്ര വലിയൊരു എഫക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. അതുപോലെ ഇവിടെയൊക്കെ ക്ലാഡിങ്ങിൻ്റെ ഒരു അല്പം വീതി കൂടിയിട്ടുണ്ട്. താഴെയായിട്ട് സ്റ്റീൽ ഫിനിഷുള്ള ഒരു ലൈൻ പിന്നിലേക്ക് നീളുന്നുമുണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു C പില്ലറിൽ വന്നിരിക്കുന്ന ഈ ഒരു ഡിസൈൻ എലമെൻറ്റ് പുതുതായിട്ട് വന്നതാണ്. അതിന് പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അത് നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ നല്ല രസമാണെന്നുള്ളൊരു സംശയമില്ല. അതുപോലെ തന്നെ വലിയ ക്ലാഡിങ് വന്നപ്പോൾ വീണ്ടും ഒരു SUV-ഷ് സ്വഭാവം അല്പം കൂടി വർദ്ധിച്ചു എന്ന് പറയാം. ഇവിടെ ഒരു റൂഫ് റെയിൽ കൊടുത്തിട്ടുണ്ട്. അതിന് പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും സബ് 4 മീറ്റർ വാഹനമാണെങ്കിലും കാഴ്ചയിൽ അല്പം വലിപ്പം തോന്നിക്കുന്ന രീതി തന്നെയാണ് എക്സ്റ്റേണൽ ഡിസൈൻ ഉള്ളത്. അത് അതേവിടെ നിലനിർത്തിയിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്ന രസകരമായ അഡീഷൻ എന്ന് പറയുന്നത് ഈ ഒരു വിങ് ടൈപ്പ് സ്പോയിലറാണ്. ഇത് നമ്മൾ BE6-ൽ മഹീന്ദ്ര BE6 കണ്ടതാണ്. അതിപ്പോൾ ഇതിലേക്കും കൂടി വന്നിരിക്കുന്നു. അതുപോലെ ഒരു ഷാർഫിൻ ആൻറ്റിനെ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ്, അതുപോലെ തന്നെ ഡീഫോഗർ, വൈപ്പർ, അത്തരം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെയും മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഈ LED ടെയിൽ ലാമ്പുകളെ കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ബ്ലാക്ക് ഫിനിഷുള്ള ഈ ഒരു ഭാഗം പുതുതായിട്ട് വന്നതാണ്. പക്ഷേ ഇവിടെയും ആ H ഷേപ്പുള്ള ടെയിൽ ലാമ്പ് അതല്ലാതെ ഇവിടെ നിലനിർത്തിയിട്ടുണ്ട്. അപ്പോൾ അതിലാണ് ഇപ്പോൾ ലോഗോ വന്നിരിക്കുന്നത്. ഈ ഒരു ബ്ലാക്ക് ഫിനിഷുള്ള വലിയ സ്ട്രിപ്പിലാണ് വന്നിരിക്കുന്നത്. ബമ്പറിൻ്റെ ഭാഗവും പാടെ മാറിയിരിക്കുകയാണ്. ഇവിടെ ഒരു ആഷ് നിറമുള്ള ഭാഗം, അതുപോലെ തന്നെ സ്റ്റീൽ ഫിനിഷ്, ബ്ലാക്ക് ഫിനിഷ് അതെല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. അപ്പോൾ പിൻഭാഗം എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു വെയിറ്റ് വന്ന രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് ആ വിങ് ടൈപ്പ് സ്പോയിലറും അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം വന്നപ്പോൾ കുറച്ചുകൂടി ഒരു ക്യാരക്ടർ വന്നിട്ടുള്ള കാര്യം സംശയമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മാറ്റം സംഭവിച്ച് ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യം
ഒന്ന് കമൻറ്റ് ചെയ്യുക. പലരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാഹനം തന്നെ ആയിരിക്കുമല്ലോ ഇത്. എന്തായാലും ബൂട്ട് സ്പേസ് പോലുള്ള കാര്യങ്ങൾക്കോ പ്ലാറ്റ്ഫോമിനോ ഒന്നും യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. 391 ലിറ്റർ ബൂട്ട് സ്പേസ് ഉണ്ട്, മോശമല്ല. അതെവിടെയുണ്ട്. പക്ഷേ കുറച്ച് താഴെയാണ് ഇതിൻ്റെ ഒരു ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത്. നമ്മുടെ തന്നെ സാധനങ്ങൾ എടുത്തു വെക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടാകാം, എങ്കിൽ പോലും മോശമല്ലാത്ത ബൂട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ നന്മകൾ എല്ലാം നിലനിർത്തിക്കൊണ്ട് ഒരല്പം എക്സ്റ്റീരിയർ ചേഞ്ചസ് ആണ് വരുത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരു SUV ലുക്ക് അല്പം വർദ്ധിച്ചു എന്നുള്ള കാര്യം സംശയമില്ല. അല്ലെങ്കിൽ തന്നെ നല്ലൊരു SUV ലുക്ക് ഉണ്ടായിരുന്നു. 185 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്, അത് ഇന്ത്യൻ റോഡുകൾക്ക് പറ്റുന്നതാണ്. 2450 മില്ലിമീറ്റർ വീൽ ബേസ് ഉണ്ട്, അതും നമുക്ക് ആവശ്യത്തിന് സ്പേസ് നൽകുന്നുണ്ട്. അപ്പോൾ 4 മീറ്റർ താഴെയാണ് നീളമെങ്കിലും ഉള്ളിൽ സ്പേസ് മോശമല്ലാത്ത രീതിയിൽ കൊടുക്കുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതെവിടെ നിലനിർത്തിയിട്ടുണ്ട്. എഞ്ചിനിലും മാറ്റമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എക്സ്റ്റീരിയർ മാറ്റങ്ങൾ ഇതൊക്കെയാണ് കണ്ടത്. ഇനി ഇൻറ്റീരിയറിലെ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ എക്സ്റ്റർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ ഉൾഭാഗം കാണുമ്പോൾ വാട്ട് എ ചേഞ്ച് എന്ന് പറഞ്ഞു പോകും. അതിന് പ്രധാനപ്പെട്ട കാരണം ഇതിലെ കളേഴ്സ് ഒക്കെ മാറി എന്നുള്ള കാര്യമാണ്. ഫുൾ ബ്ലാക്ക് ഫിനിഷ് ആയിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ അത് മാറിയിട്ട് ഇപ്പോൾ നേവി ബ്ലൂ ഫിനിഷും അതുപോലെ തന്നെ ഒരു ആഷ് നിറവും കൂടി ചേർന്നൊരു രസമുള്ളൊരു കളറാണ്. ഞാനിപ്പോൾ രാവിലെ ഈ വാഹനം ഡീലർഷിപ്പിൽ നിന്ന് എടുത്തുകൊണ്ട് വരുമ്പോൾ ഞാൻ വിചാരിച്ച ബ്ലാക്കാന്ന് തന്നെ കേട്ടോ. പക്ഷേ പിന്നീട് ഇപ്പോൾ അല്പം വെളിച്ചത്ത് കാണുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഡോർ പാഡ് കാണുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും അതിൻ്റെ നിറം എന്ന് പറയുന്നത് നേവി ബ്ലൂ ആയിട്ടാണ് മാറിയിരിക്കുന്നത്. എന്നാലും അത് രസകരമായിട്ടുണ്ട്. മറ്റൊരു കാര്യം സംഭവിച്ചിരിക്കുന്നത് ഇവിടെ ഒരു കാർബൺ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യമാണ്. അതിങ്ങനെ നെടുനീളത്തിൽ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അതും ഈ ഒരു നേവി ബ്ലൂ ഫിനിഷും പിന്നെ ഈ ഒരു ആഷ് അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഇത്തിരി ഡാർക്ക് ബേജ് അതാണ് ഇപ്പോൾ വന്നിരിക്കുന്നതെന്ന് പറയാം. അതെല്ലാം കൂടി ചേരുമ്പോൾ രസമുണ്ട്. ഫുൾ ബ്ലാക്ക് ഇഷ്ടമുള്ളവർക്ക് പക്ഷേ പഴയ ആ ഒരു മോഡൽ മിസ് ചെയ്യാനുള്ള സാധ്യതയും ഉണ്ട്. എന്തായാലും മറ്റ് മാറ്റങ്ങളെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് സംഭവിച്ചിരിക്കുന്ന സ്റ്റിയറിംഗ് വീൽ ഫ്ലാറ്റ് ബോട്ടമായി എന്നുള്ളൊരു കാര്യമാണ്. ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീൽ വന്നു. അതിൽ ബ്ലാക്ക് ഫിനിഷ് ഇവിടെ കൊടുത്തിരിക്കുന്നു. ബാക്കിയൊക്കെ നേവി ബ്ലൂ ഫിനിഷ് തന്നെയാണ്. അതിൽ വൈറ്റ് സ്റ്റിച്ചിങ് കൊടുത്ത് അത് ഭംഗിയാക്കിയിട്ടുണ്ട്. അതാണ് പ്രധാനമായിട്ടും ഒരു മാറ്റമായിട്ട് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഓട്ടോമാറ്റിക് മോഡലിലെ പെഡൽ മെറ്റൽ പെഡലായിട്ട് മാറി. പക്ഷേ ഇതിപ്പോൾ മാനുവലിൻ്റെ ടോപ്പ് എൻഡാണ്. അതിൽ പക്ഷേ സാധാരണ രീതിയിൽ ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഈ ഒരു ടച്ച് സ്ക്രീൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും മാറ്റമില്ല. 8 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ തന്നെയാണ്. അതുപോലെ തന്നെ ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയും എല്ലാം വയർലെസ് ആയിട്ടില്ല, ഇപ്പോഴും വയേർഡ് തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു അഡാപ്റ്റർ വെച്ചിട്ട് നിങ്ങൾക്ക് സ്മാർട്ട് ഫോൺ കണക്ട് ചെയ്യാൻ സാധിക്കും, അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം നിലനിർത്തിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായി തന്നെ നിലനിൽക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഞാൻ പറയാൻ കാര്യം വെച്ചാൽ ഇതിലില്ലാത്ത ഫീച്ചേഴ്സ് ഇല്ല എന്നുള്ളതാണ്. ഈ കുഞ്ഞു വാഹനത്തിൽ പ്രതീക്ഷിക്കാവുന്ന എല്ലാ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. ഈ സീറ്റിലേക്ക് വരികയാണെങ്കിൽ സീറ്റ് കംപ്ലീറ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. ഇത് ഒരു സെമി ഫാബ്രിക് മെറ്റീരിയലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല ഗ്രിപ്പുള്ള മെറ്റീരിയലാണ്. അതിൽ എക്സ്റ്റേണലുള്ള ബാഡ്ജിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട്, നല്ല സുഖമായിട്ടിരിക്കാൻ സാധിക്കും. മറ്റൊരു കാര്യം ഞാൻ ഈ കൈ വെച്ചിരിക്കുന്ന ആംറസ്റ്റ് വന്നു എന്നുള്ളത്. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആംറസ്റ്റ് ഡ്രൈവറിന് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് സുഖമായിട്ട് അല്ലെങ്കിൽ എനിക്ക് സുഖമായിട്ട് കൈവച്ച് ഇരിക്കാൻ സാധിക്കും. തന്നെയല്ല ഇതിന് മാനുവൽ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ സീറ്റിന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഒരു സീറ്റിംഗ് പൊസിഷൻ കണ്ടെത്താം. കൂടാതെ സ്റ്റിയറിങ്ങിനും ഉണ്ട് അഡ്ജസ്റ്റ്മെൻറ്റുകൾ. അതുകൊണ്ട് തന്നെ നമുക്ക് അതും അഡ്ജസ്റ്റ് ചെയ്ത് സുഖമായിട്ട് ഇരിക്കാൻ സാധിക്കും. എന്തായാലും അത്ഭുതകരമായ രീതിയിൽ ഫീച്ചേഴ്സ് ഉള്ളൊരു വാഹനമാണെന്ന് പറയാതിരിക്കാനാവില്ല. കാരണം വയർലെസ് ചാർജിങ് പാഡ് നമുക്കിവിടെ കാണാം. അതുപോലെ ഇവിടെ സി ടൈപ്പ് വന്നു കേട്ടോ, അതും പുതുതായിട്ട് വന്നു. സി ടൈപ്പ് ചാർജർ അത് മുൻഭാഗത്തുണ്ടായിരുന്നു, പിൻഭാഗത്ത് പുതുതായിട്ട് വന്നു. സി ടൈപ്പും അതുപോലെ 3 ചാർജേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെയാണ് ഈ കാണുന്ന വയർലെസ് ചാർജർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിലേക്ക് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിലേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. എന്ന് വെച്ചിട്ട് ഇപ്പോൾ ഏറ്റവും പുതിയ വളരെ വില കൂടിയ വാഹനങ്ങൾ കാണുന്ന കാര്യങ്ങളൊന്നും ഇല്ലയെന്നുള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്കതൊക്കെ കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടി ഇവിടെ ഫിസിക്കൽ സ്വിച്ചുകളും കൊടുത്തിട്ടുണ്ട്. വോളിയത്തിൻ്റെ കൺട്രോൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഫിസിക്കൽ സ്വിച്ചായിട്ടും കൊടുത്തിട്ടുണ്ട്, സ്റ്റിയറിംഗ് വീലിലെ കൂടാതെ തന്നെ. പിന്നെ റിവേഴ്സ് ക്യാമറ എന്ന് പറയുന്നത് എത്രത്തോളം കൊള്ളാം എന്ന് നോക്കാം. മോശമല്ലാത്ത ക്യാമറയാണ്, നല്ല വൈഡായിട്ടുള്ള വിഷ്വൽ അതിനും കിട്ടുന്നുണ്ട്, അതും മോശമല്ല. AC വെൻറ്റുകളൊക്കെ നല്ല ഭംഗിയായിട്ട് അതിൻ്റെ ഒന്നും ഷേപ്പിനും അതുപോലെ ഈ ഡാഷ്ബോർഡിൻ്റെ ഷേപ്പിനും വലിയ മാറ്റവും സംഭവിച്ചിട്ടുള്ളതെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. പിന്നെ ഇവിടെ ചെറിയ മൊബൈലൊക്കെ വയ്ക്കാവുന്നൊരു സ്ഥലവും കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തായിരുന്നു ഇവിടെയും ചെറിയ സാധനം, ഇതൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. അവിടെ അങ്ങനെ ചെറിയൊരു സാധനമൊക്കെ സൂക്ഷിക്കാവുന്ന സ്ഥലം എന്ന് പറയുന്നത്. അതുപോലെ നല്ല ഭംഗിയുള്ള AC വെൻ്റാണ് നമ്മൾ അറ്റത്തായിട്ട് കാണുന്നത്. ഡോർ പാഡിൽ
സാമാന്യം വലിയൊരു ബോട്ടിൽ വയ്ക്കാം. പിന്നെ അതിൻ്റെ കളേഴ്സും ഒക്കെ ഞാൻ പറഞ്ഞല്ലോ നല്ല ഭംഗിയായിട്ടുണ്ട്. അതിലൊരു കാർബൺ ബ്ലാക്ക് ഫിനിഷും ചെറുതായിട്ടൊന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ മോശമല്ലാത്ത ഒരു മ്യൂസിക് സിസ്റ്റവും കമ്പനി കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സൺറൂഫാണ്. സിംഗിൾ പെയിൻ സൺറൂഫാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. കൂടാതെ ടോപ്പിൻ്റെ മോഡലിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ ഇവിടെ ഒരു ഡാഷ് ക്യാം കമ്പനിയായിട്ട് തന്നെ ഡാഷ് ക്യാം കൊടുത്തിരിക്കുന്നു. അതുമൊക്കെ നമ്മളെ ഞെട്ടിച്ചൊരു കാര്യമാണ്. ആദ്യകാലത്ത് നമ്മൾ ഈ ഒരു എക്സ്ട്രാ കാണുമ്പോൾ നമ്മളെ ഞെട്ടിച്ചൊരു കാര്യം അതൊക്കെ കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നൊരു സംഭവം തന്നെയാണ്. സ്റ്റിയറിംഗ് വീലിൽ ഞാനീ പറഞ്ഞ പോലെ നല്ല ഫ്ലാറ്റ് ബോട്ടമായി മാറിയെന്ന് മാത്രമല്ല നല്ല ഭംഗിയുള്ള സ്റ്റിയറിംഗ് വീലാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ ഇവിടെ വോളിയം കൺട്രോളുകൾ, ക്രൂസ് കൺട്രോൾ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 8 ഇഞ്ചിൻ്റെ സ്ക്രീൻ അതേപടി തുടരുന്നുണ്ട്. അതും ഈ ഒരു സ്ക്രീനിൻ്റെ അതേ വലുപ്പം തന്നെയാണ് മീറ്റർ കൺസോളിലെ സ്ക്രീനിനും കൊടുത്തിരിക്കുന്നത്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സ്ക്രീനാണത്. സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ചൊക്കെ ഈ സൈഡിലാണ് വന്നിരിക്കുന്നത്. ഇവിടെയായിട്ട് സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളും അത്തരം കാര്യങ്ങൾ, ഫോൾഡിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം അവിടെയും കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സീറ്റിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് ഗംഭീര സീറ്റിംഗ് പൊസിഷനാണ്. എത്ര ഉയരത്തിലാണ് ഇരിക്കുന്നതെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴാണ് മനസ്സിലാക്കുക. അപ്പോൾ എന്തായാലും ഓട്ടോമാറ്റിക് പ്രൊജക്ടർ ഹെഡ് ലാമ്പുകൾ, അതുപോലെ തന്നെ കൂൾഡ് ഗ്ലോ ബോക്സ്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ തുടരുന്നുണ്ട് ടോപ്പ് എൻഡ് മോഡലിലേക്ക് പോകുമ്പോൾ. അപ്പോൾ എന്തായാലും ഫീച്ചർ റിച്ച് ആണെന്നുള്ളത് യാതൊരു സംശയമില്ല. അതോടൊപ്പം തന്നെ ഇത്തരം മാറ്റങ്ങളും സ്വാഗതാർഹമാണെന്നാണ് പറയേണ്ടത്. അപ്പോൾ പിൻഭാഗത്ത് ഒന്നിൻ്റെ ചെറിയ മാറ്റങ്ങളുണ്ടോ എന്ന് ഇരുന്ന് നോക്കാം. അപ്പോൾ പിൻഭാഗത്തിരിക്കുമ്പോൾ പ്രധാനമായിട്ടും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നല്ല തൈ സപ്പോർട്ടാണെന്നുള്ള കാര്യമാണ്. സുഖമായിട്ട് ഇരിക്കാം. പക്ഷേ മുൻഭാഗത്തെ സീറ്റ് അല്പം ഉയർത്തി ഇരുന്നിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഒരു കുഴിയിലേക്ക് ഇരുന്ന പോലെ തോന്നിയെന്നേ ഉള്ളൂ. എങ്കിലും അത് ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് വിൻഡോ ലൈനൊന്നും ഒത്തിരി മുകളിലല്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും തോന്നുകയില്ല. എന്നാൽ ഇവിടുത്തെ ഫാബ്രിക് സീറ്റ് നല്ല ഗംഭീരമായിട്ടുണ്ട്. നല്ല ഗ്രിപ്പാണ്, നല്ല സുഖമായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ പെടുന്ന വാഹനങ്ങളിൽ 3 പേർക്ക് സുഖമായി നെഞ്ചും വിരിച്ചിരിക്കാൻ ബുദ്ധിമുട്ടാണ്. എങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ 2 പേർക്കാണ് ഏറ്റവും സുഖമായിട്ടിരിക്കാവുന്നത്, കുട്ടികൾക്കും ഇരിക്കാം. പിന്നെ താഴെ വളരെ ഫ്ലാറ്റാണ് ഫ്ലോർ എന്നുള്ളതുകൊണ്ട് തന്നെ ഇരിപ്പിൻ്റെ അത്തരം ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവുകയുമില്ല. ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്ന കക്ഷി എന്ന് പറയുന്നത് ഈ കാണുന്ന കക്ഷിയാണ്. അത് സി ടൈപ്പ് ചാർജറാണ്. പിൻഭാഗത്ത് ഇരിക്കുന്നവർക്കും സുഖമായിട്ട് കണക്ട് ചെയ്യാം, ഫോൺ കണക്ട് ചെയ്യാം. പക്ഷേ ഫോൺ കണക്ട് ചെയ്ത് എവിടെ വെക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട്. എന്തെങ്കിലും ചെറിയൊരു പോക്കറ്റ് അവിടെ കൊടുക്കാമായിരുന്നു, അതില്ല. പിന്നെ AC വെൻ്റ് പിൻഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. ഡോർ പാഡിലേക്ക് പോവുകയാണെങ്കിൽ ഡോർ പാഡിൽ ഒരു ചെറിയ ബോട്ടിലൊക്കെ വയ്ക്കാം. നല്ലൊരു ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് അഡ്ജസ്റ്റബിൾ, 2 പേർക്ക് ഇരിക്കാനാണ് കമ്പനി ഉദ്ദേശിച്ചിരിക്കുന്നത് സീറ്റ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് ഈ ഒരു ഹെഡ് റെസ്റ്റ് എന്ന് പറയുന്നത് 2 പേർക്ക് കൊടുത്തിട്ടുള്ളൂ എന്നുള്ളതാണ്. എന്തായാലും ഈ സീറ്റ് പൂർണ്ണമായിട്ടും വേണമെങ്കിൽ നമുക്ക് ഫോൾഡ് ചെയ്യാം. അങ്ങനെ കൂടുതൽ സാധനങ്ങൾ പിൻഭാഗത്ത് കയറ്റുകയും ചെയ്യാം. അപ്പോൾ 2550 മില്ലിമീറ്റർ വീൽ ബേസ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമുക്ക് ഉൾഭാഗത്തിരിക്കാൻ ബോധ്യപ്പെടും. ഒട്ടും തന്നെ ക്രാംഡ് അല്ല, നല്ല സുഖമായിട്ടിരിക്കാൻ സാധിക്കും. കൂടാതെ ഹെഡ് സ്പേസും ഒട്ടും മോശമല്ല. ഇതൊന്നും കൂടാതെ ഈ പറഞ്ഞ പോലെ കാല് സുഖമായിട്ട് വെച്ചിരിക്കാൻ വേണ്ടി വളരെ ഫ്ലാറ്റായിട്ടുള്ള ഫ്ലോർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വളരെ പ്ലസൻ്റായ ഇൻറ്റീരിയറാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ വൈറ്റിൻ്റെയൊക്കെ ഒരു സുഖമുണ്ട്. നേവി ബ്ലൂവും പൊതുവേ നമ്മൾ കാണുന്നൊരു നിറമല്ല വാഹനങ്ങൾക്കുള്ളിൽ, അതും കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് കോട്ടയം ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും നമുക്കിനി ഓടിച്ച് നോക്കാം. യാതൊരു മാറ്റവുമില്ല, മെക്കാനിക്കൽ സൈഡ് യാതൊരു മാറ്റവുമില്ല എങ്കിൽ പോലും ഒന്ന് ഓടിച്ച് നോക്കാം. പുതിയ എക്സ്റ്ററിൻ്റെ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ഒരു സെമി ഫാബ്രിക് സീറ്റാണ്. അതും ഈ ഒരു ആംബ്രസ്റ്റും കൂടെ വന്നപ്പോഴത്തേക്കും സുഖമാണ് ഇരുന്ന് ഓടിക്കാൻ. ഈ സീറ്റിൻ്റെ ഗ്രിപ്പ് എന്ന് പറയുന്നത് ഗംഭീരമാണ്. നമ്മൾ ഈ ഒരു സാധാരണ റോഡിൽ ഓടുമ്പോഴല്ല നമുക്കത് മനസ്സിലാവുക. എപ്പോഴും നമ്മളൊരു വളരെ വളവുള്ള ഹൈ റേഞ്ചിൽ കൂടെ ഒക്കെ ഓടിച്ചു പോകുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് ഈ ഒരു സീറ്റിൻ്റെ ഗ്രിപ്പ് മനസ്സിലാവും. ഇതിനാകെ ഒരു പ്രശ്നം, ഇത്തരത്തിലുള്ള സീറ്റുകളുടെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ വേർക്കുകയാണെങ്കിൽ ഇത് അബ്സോർബ് ചെയ്തെടുക്കും. നമ്മളിപ്പം ലെതർ സീറ്റാണെങ്കിൽ അത് നമുക്ക് പിന്നീട് തുടച്ച് കളയാൻ പറ്റും. ഇത് പക്ഷേ അബ്സോർബ് ചെയ്യും. പിന്നെ ഇപ്പോൾ എല്ലാവരും AC സീറ്റൊക്കെ ഓടിക്കുന്നുണ്ട്, അങ്ങനെ വേറെ പിന്നെ വലിയ പ്രശ്നം ഉണ്ടാകും എന്ന് കരുതുന്നില്ല. എന്തായാലും സീറ്റിൻ്റെ ഹൈറ്റും അതുപോലെ തന്നെ വിസിബിലിറ്റിയും, ഈ 2 കാര്യങ്ങളാണ് ഈ വാഹനത്തെ ഒരു മികച്ച ഒരു SUV ആക്കി മാറ്റുന്നത്. ഈ വളരെ ചെറിയ SUVകൾ എന്ന് പറയുന്നത് എപ്പോഴും ഓടിക്കാൻ നല്ല രസമാണ്. വലിയ SUVകളെക്കാളും രസം വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള SUVകൾ. എന്നാൽ വലിയ SUVകളായിട്ടുള്ള എല്ലാ അതിൻ്റെ ഒരു സ്റ്റാൻസും അതുപോലെ തന്നെ ഫീച്ചേഴ്സും എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഓടിച്ചുകൊണ്ട് നടക്കാം. ഒരു കുടുംബത്തിന് ഏറ്റവും പറ്റിയ വാഹനമാണിത്. അപ്പോൾ ഇത് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു സെഗ്മെൻറ്റിലെ വാഹനങ്ങൾ.
അപ്പോൾ എന്തായാലും ഇതിനെ ഒരു സിറ്റി കാറായിട്ട് മാത്രം കണക്കാക്കണ്ട. കാരണം ഇതിൽ എഞ്ചിനൊക്കെ നല്ല മികച്ച ഒരു 4 സിലിണ്ടർ എഞ്ചിൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ സെഗ്മെൻറ്റിലേക്ക് എല്ലാവരും 3 സിലിണ്ടറിലേക്ക് മാറിയപ്പോഴും ഹ്യുണ്ടായി മാറിയിട്ടില്ല, 4 സിലിണ്ടർ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്മൂത്ത്നെസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് സിറ്റി മാത്രമല്ല, നമുക്ക് എപ്പോഴും ഹൈവേയിലും ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്ന നല്ലൊരു വാഹനം തന്നെയാണിത്. അപ്പോൾ 5 സ്പീഡ് മാനുവലും അതുപോലെ തന്നെ AMT രണ്ടും തുടരുന്നുണ്ട്. AMT തുടക്കത്തിലൊന്ന് ഓടിച്ചു തുടങ്ങുമ്പോൾ സാധാരണ മറ്റ് ഓട്ടോമാറ്റിക്കുകൾ ഓടിച്ച് ശീലമുള്ളവർക്ക് ചെറിയ ബുദ്ധിമുട്ട് തോന്നിയേക്കുമെങ്കിലും പിന്നീട് അത് ശീലമാകാവുന്നതേ ഉള്ളൂ. എങ്കിലും ഒരു ഓട്ടോമാറ്റിക് വേണമെന്ന് ആഗ്രഹിക്കുന്ന, വലിയ വില കൊടുക്കാനില്ലാത്തവർക്ക് തീർച്ചയായിട്ടും ഈ എക്സ്റ്ററിൻ്റെ AMT ഒക്കെ പറ്റും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ ഒരു മാനുവൽ ഓടിക്കുമ്പോഴും വളരെ ലൈറ്റായുള്ള ഗിയർ ഷിഫ്റ്റൊക്കെയാണ്, വളരെ സ്മൂത്താണ്. സാധാരണഗതിയിൽ നമ്മൾ ഈ മാനുവൽ ഗിയർ ബോക്സ് ഉള്ള വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ഈ ഒരു ക്ലച്ച് ആഞ്ഞ് ചവിട്ടി ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. ഇത് പക്ഷേ വളരെ ലൈറ്റ് ക്ലച്ചും അതുപോലെ ഷിഫ്റ്റുകളൊക്കെ വളരെ ലൈറ്റാണ്, നല്ല സുഖമാണ് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ. സേഫ്റ്റിയുടെ കാര്യത്തിലും വളരെ മുന്നിലാണ് ഹ്യുണ്ടായി എക്സ്റ്റർ. 6 എയർ ബാഗുകൾ, അതുപോലെ തന്നെ ESC ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, പിന്നെ ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ്, സെൻട്രൽ ലോക്കിംഗ്, അത്തരം കാര്യങ്ങളെല്ലാം സ്റ്റാൻഡേർഡായിട്ട് അക്രോസ് വേരിയൻസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ മുകളിലത്തെ, അതായത് ടോപ്പ് എൻഡ് വേരിയൻസിലേക്ക് പോകുമ്പോഴത്തേക്കും ഡാഷ് ക്യാമറ, റിയർ പാക്കിംഗ് ക്യാമറ, അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ഹെഡ് ലാംപ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന മോഡലിൽ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. പിന്നെ പുതിയ എക്സ്റ്ററിൽ പുതുതായിട്ട് വന്നിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ പുതിയ കളേഴ്സ് വന്നിട്ടുണ്ട്. അതായത് ഗോൾഡനും പിന്നെ ബ്രോൺസ് ആൻഡ് ടൈറ്റാനിയം ബ്ലാക്ക് മാറ്റും, ഇങ്ങനെയുള്ള 2 പുതിയ കളേഴ്സാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇപ്പം നിലവിലുള്ളതെല്ലാം തുടരുന്നുമുണ്ട്. അപ്പോൾ എഞ്ചിനിലേക്ക് പോകുമ്പോൾ 1.2 ലിറ്റർ 4 സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 83 bhp എഞ്ചിനാണ്. 114 ന്യൂട്ടൺ മീറ്ററാണ് മാക്സിമം ടോർക്ക്. പിന്നെ ഒരു ഡ്യുവൽ സിലിണ്ടർ CNG കിറ്റ് ഉള്ള ഒരു മോഡൽ കൂടിയുണ്ട്. ഡ്യുവൽ സിലിണ്ടർ ആകുമ്പോൾ ഉള്ള ഗുണമെന്ന് വെച്ചാൽ മൊത്തത്തിൽ ലഗേജ് സ്പേസ് പോകില്ല എന്നുള്ള കാര്യമാണ്. അത് രണ്ടും സെപ്പറേറ്റ് ടാങ്കുകളായിട്ടിരിക്കുന്നതുകൊണ്ട് ഒറ്റ ടാങ്ക് വെക്കുന്നതിൻ്റെ പ്രശ്നങ്ങളില്ല. പക്ഷേ CNGയിലേക്ക് പോകുമ്പോൾ പവർ കുറയുന്നുണ്ട്. എഞ്ചിൻ്റെ 69 bhp ആകും, അതായത് 83 നിന്ന് 69 ആകും. അതുപോലെ തന്നെ ടോർക്ക് 114 നിന്നും 95 ന്യൂട്ടൺ മീറ്റർ ആയിട്ട് മാറുകയും ചെയ്യും. മറ്റൊരു കാര്യമുള്ള അതിൽ AMT ഇല്ല എന്നുള്ള കാര്യമാണ്. 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് മാത്രമേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഈ CNGയിലും സ്പെയർ ടയർ കൊടുത്തിട്ടുള്ള കാര്യമാണ്. അത് വാഹനത്തിൻ്റെ അടിയിൽ, സാധാരണ SUV-കളിലൊക്കെ കൊടുക്കുന്ന പോലെ അടിയിലായിട്ടാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബൂട്ട് സ്പേസിൽ 2 സിലിണ്ടർ വെച്ച് കഴിഞ്ഞുള്ള സ്ഥലം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. മൈലേജ് നോക്കുകയാണെങ്കിൽ ARA സർട്ടിഫൈഡ് മൈലേജ് എന്ന് പറയുന്നത് 19.2 ആണ് മാനുവലിന്, 19.4 km/ലിറ്റർ ആണ് AMTക്ക്. അതുപോലെ തന്നെ CNG നോക്കുകയാണെങ്കിൽ 27.1 km/kg എന്ന് പറയുമ്പോൾ അത് ഗംഭീര ഒരു മൈലേജാണ്. എന്ന് വെച്ച് 17 കിലോമീറ്റർ 19 കിലോമീറ്റർ ഒന്നും മൈലേജ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. റിയൽ വേൾഡിൽ കിട്ടാവുന്നത് സിറ്റിയിലൊരു 10, 11, ഹൈവേയിലൊരു 14, 15 വരെയൊക്കെ ആയിരിക്കും കിട്ടാവുന്നത്. എന്തായാലും AMTയുടെ കാര്യത്തിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ച് ഓടിച്ചു കഴിഞ്ഞാൽ മൈലേജ് തീരെ ഡ്രോപ്പ് ആകാതെ കിട്ടുകയും ചെയ്യും. എനിക്കിപ്പോൾ ഇതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സസ്പെൻഷനാണ്. സസ്പെൻഷൻ എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ കണ്ടോണം, നമ്മളൊരു കുഴി ചാടുന്നു, അതിനുശേഷം ഒരു മോശം റോഡിലൂടെയാണ് നമ്മൾ യൂട്ടേൺ എടുക്കാൻ പോകുന്നത്, കണ്ടോ. പക്ഷേ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാത്ത രീതിയിൽ നല്ല ഗംഭീര സസ്പെൻഷനാണ്. ഒരു ചെറിയ വാഹനത്തിൽ സസ്പെൻഷൻ കുറച്ചുകൂടി നന്നാക്കി എടുക്കാൻ പറ്റും. കാരണം 2550 mm ഉള്ള വീൽ ബേസ് എന്നുള്ളതുകൊണ്ട് തന്നെ സസ്പെൻഷൻ്റെ സെറ്റിങ്സ് ഒക്കെ കുറച്ചുകൂടി കോമ്പാക്റ്റ് ആണ് എന്നുള്ളതുകൊണ്ട്, സെറ്റിങ്സ് അല്ല, സസ്പെൻഷൻ്റെ ഘടകങ്ങൾ കുറച്ചുകൂടി കോമ്പാക്റ്റ് ആണെന്നുള്ളതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ട്യൂൺ ചെയ്യാൻ സാധിക്കും. അതാണ് നമ്മളിപ്പോൾ ഇതിൽ കണ്ടത്. അപ്പോൾ എല്ലാ തരത്തിലും, അതായത് ഫീച്ചേഴ്സ് ആയാലും സേഫ്റ്റി ആയാലും അതുപോലെ 4 സിലിണ്ടർ എഞ്ചിൻ ആയാലും പിന്നെ സസ്പെൻഷൻ ആയാലും എല്ലാം തന്നെ വളരെ മികച്ച ഒരു വാഹനമാണിത്. ഈ മികച്ചത് എന്ന് പറയുമ്പോൾ നമ്മൾ വിലയും കൂടി മനസ്സിൽ കാണണം. വില എന്ന് പറയുന്നത് അറിയാമല്ലോ, വളരെ ചെറിയ വിലയാണ് കമ്പയർഡ് ടു മറ്റ് വാഹനങ്ങൾ. അല്ലാതെ ലക്ഷക്കണക്കിന് രൂപയുണ്ട് എങ്കിൽ പോലും കമ്പയർഡ് ടു മറ്റ് വാഹനങ്ങൾ വില കുറവാണെന്നുള്ളതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലും ഒരു വാല്യൂ ഫോർ മണി വാഹനം തന്നെയാണിത്. പിന്നെ ഹ്യുണ്ടായുടെ സർവീസ് ആയാലും അങ്ങനെ വലിയ കോസ്റ്റ്ലി അല്ല, അതുപോലെ ഹ്യുണ്ടായുടെ സർവീസ് മോശമല്ല എന്നൊക്കെയാണ് കേൾക്കുന്നത്. ഞാൻ ഹ്യുണ്ടായി അങ്ങനെ അധികം ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെപ്പറ്റി വലിയ ധാരണ ഇല്ലെങ്കിൽ പോലും അങ്ങനെയാണ് കേൾക്കുന്നത്. അപ്പോൾ എല്ലാം കൂടെ നോക്കുമ്പോഴേക്കും ഒരു ഇടത്തരം ഫാമിലിക്ക് പറ്റുന്ന ഒരു എൻട്രി ലെവൽ വാഹനം തന്നെയാണിത്. പക്ഷേ എൻട്രി ലെവൽ എന്ന് പറയുമ്പോൾ ആ വാക്കിലുള്ളത് കുറച്ച് ചീപ്പായിട്ടുള്ള അല്ലെങ്കിൽ അധികം ഫീച്ചേഴ്സ് ഇല്ലാത്ത വാഹനം എന്നാണ്. അങ്ങനെയുമല്ല എന്നുള്ളതാണ് എക്സ്റ്ററിനെ വ്യത്യസ്തമാക്കുന്നത്. അപ്പോൾ ഏതായാലും പുതിയ മോഡൽ വന്നു കഴിഞ്ഞപ്പോൾ ഇത്തരം മാറ്റങ്ങളൊക്കെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. വാഹനം ഡീലർഷിപ്പിൽ എത്തിക്കഴിഞ്ഞു. ഇതിപ്പോൾ കൊച്ചിയിൽ ആദ്യമായി വന്നിറങ്ങിയ വാഹനം നമ്മൾ എടുത്തുകൊണ്ട് പോരുകയായിരുന്നു. അപ്പോൾ എന്തായാലും ഓടിച്ച് നോക്കുക, ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും. പുതിയ ലുക്കും ഇൻറ്റീരിയറും അതും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനുള്ള സാധ്യതയാണ് കൂടുതൽ.